ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്ന് ഹലാലാണ് ലോകം മുഴുവനും വിപണനം കീഴടക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ഹലാൽ മയത്തിന്റെ പിന്നാലെയാണ് മനുഷ്യൻ. പ്രത്യേകിച്ച് ഇതിനകത്ത് കാല് കുരുങ്ങിക്കിടക്കുന്നത് ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിന്റെയുമാണ്. കാരണം അവരിത് ഹലാലാണെന്ന് പറയുന്നു, നിങ്ങളുടെ ഹലാല് ഞങ്ങൾക്ക് വേണ്ട എന്ന് നിർദ്ദയം പറയാൻ മാനവിക ശേഷിയുള്ള ചിന്താശേഷിയുള്ള ഒരു പറ്റം ആളുകൾക്ക് സാധിക്കുന്നു എന്നതാണ് ഇതിൻ്റെ വിജയം. ഇപ്പോൾ ബലിപെരുന്നാളും ക്രിസ്മസും ഒക്കെ വരുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ഹലാലിനെ സംബന്ധിച്ച് ചർച്ചയാകുന്നത്. മുമ്പ് കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസിന് നമ്മുടെ ബാലുവണ്ണൻ വന്നിട്ട് പറഞ്ഞു, അല്ല നിങ്ങളുടെ കന്യാസ്ത്രീ മറിയത്തെ കുറിച്ചിട്ട് ഖുർആനിൽ പറയുന്നുണ്ട്. ഈസയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പറയുന്നത് ഖുർആനിലാണ്. മുഹമ്മദ് എന്ന പേരിനേക്കാളേറെ ഈസ എന്ന പേരാണ് ഖുർആൻ ഏറ്റവും കൂടുതൽ പ്രയോഗിച്ചത്. അതുകൊണ്ട് നിങ്ങൾ ഹലാൽ ഇറച്ചി വാങ്ങണം എന്ന് പറഞ്ഞിട്ടൊരു കച്ചവട പരസ്യം ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ക്രിസ്ത്യാനികൾക്കേറെ ധൈര്യം വെച്ചിട്ടുണ്ട് ചില കാര്യങ്ങൾ തുറന്നു പറയാൻ. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊന്നും അറിയുന്നില്ലേ? ഈ തുപ്പിനും തൂറിയും ഹലാലാക്കിയപ്പോൾ ഞങ്ങൾക്ക് നിങ്ങൾക്ക് ദയവ് ചെയ്ത് കൊണ്ടുവരേണ്ടി കേട്ടോ, ഞങ്ങൾക്ക് അത് വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ട്. നമസ്കാരം. നിങ്ങൾ ദയവ് ചെയ്ത് ക്രിസ്മസ് കേക്ക് എന്ന രൂപത്തിൽ, ക്രിസ്മസിന്റെ ഭക്ഷണം എന്ന രൂപത്തിൽ നിങ്ങൾ തുപ്പിയതും തൂറിയതും ഞങ്ങളെ തീറ്റിക്കല്ലേ. ഞങ്ങൾക്കത് വേണ്ട മക്കളെ. ഇന്നത് ഞങ്ങൾക്ക് തുറന്നു പറയാൻ നിർഭയത്വമുണ്ട്, ഞങ്ങൾക്ക് ഭയമില്ല. ഞങ്ങൾക്കത് തുറന്നു പറയാൻ കഴിയും. അതുകൊണ്ട് കുർബാനയ്ക്കിടയിൽ പാലാ ബിഷപ്പ് തൻ്റെ ഇടയന്മാരോട്, തൻ്റെ കുഞ്ഞുമക്കളോട്, മക്കളെ ഇന്നടത്ത് വിഷമുള്ള പാമ്പുണ്ട്, അതുവഴി നടക്കുമ്പോൾ സൂക്ഷിക്കണേ, ഇവിടെ കുപ്പിച്ചില്ലുണ്ട് വഴിയിൽ, ചെരുപ്പിടണേ, സൂക്ഷിച്ചു പോണേ. സ്വാഭാവികമാണ്. അങ്ങനെ ഉപദേശിക്കാൻ അദ്ദേഹം അർഹനാണ്. അദ്ദേഹത്തിന്റെ ഉപദേശം കേൾക്കുന്നതിന് വേണ്ടി തന്നെയാണ് പള്ളിമേടയിലേക്ക് ക്രിസ്ത്യൻ മക്കൾ എത്തുന്നത്. അവരോട് പറഞ്ഞു, മക്കളെ ലവ് ജിഹാദ് എന്ന കെണിയിൽ നിങ്ങൾ അകപ്പെട്ടു പോകരുത്. പിന്നീട് നിങ്ങൾക്ക് ഒരിക്കലും അതിൽ നിന്നും മുക്തിയില്ല. ഒരിക്കൽ പെട്ടുപോയി കഴിഞ്ഞാൽ മക്കളെ മുറിയന്മാരുടെ ഇടയ്ക്ക് നിന്ന് നിങ്ങൾക്ക് മോചനമില്ല, നിങ്ങൾക്ക് രക്ഷയില്ല. അവര് നിങ്ങളെ ആദ്യം പ്രണയിച്ച വലയിൽ അകപ്പെടുത്തുകയും ക്രമേണ നാർക്കോട്ടിക് ജിഹാദിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുകയും ചെയ്യും. അതിന്റെ ഭവിഷ്യത്തുകൾ നിങ്ങളും അനുഭവിക്കേണ്ടി വരും. നിങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ മാതാപിതാക്കളും അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കണം. അതുകൊണ്ട് ഒരിക്കലും ആ കെടുതിയിൽ നിങ്ങൾ അകപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ ജാഗ്രതയോടുകൂടി പോകണം. നിങ്ങളുടെ കൂട്ടുകാരാരാണ് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ആ കൂട്ടുകാരെ നിങ്ങളിലേക്ക് അടുപ്പിക്കാൻ പോകുന്ന ബോയ് ഫ്രണ്ട്സ് ആരൊക്കെയാണ്, എന്താണ് അവരുടെ ലക്ഷ്യങ്ങൾ, ഒന്ന് നോക്കണേ മക്കളെ എന്ന് പറഞ്ഞു പോയി. അതിന്റെ പേരിൽ ആ മനുഷ്യൻ അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ചെറുതല്ല. ഇപ്പോഴാണ് ക്രിസ്മസ് കേക്കിന്റെ വിഷയം വരുന്നത്. പാലാ ബിഷപ്പിന്റെ വിഷയം വന്നതിന് ശേഷം ഇവര് ഭയപ്പെട്ടോ? ആന്റണി തറേക്കടവിലച്ചൻ ഗംഭീരമായ രൂപത്തിൽ എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും സ്വതന്ത്രമായ അഭിപ്രായം അന്നു മുതൽ വളരെ ധൈര്യസമേതം രംഗത്ത് വന്ന് പറയാൻ തുടങ്ങി, കൂടുതലായിട്ട് പറയാൻ തുടങ്ങി. വഖഫിന്റെ വിഷയം വന്ന സമയത്ത് അവര് കൃത്യമായ രൂപത്തിൽ എല്ലാ വിഷയങ്ങളും പഠിച്ച് തന്റെ സമുദായത്തെ ബോധവൽക്കരണം നടത്താൻ വേണ്ടി രംഗപ്രവേശം ചെയ്തു. കാഞ്ഞിരപ്പള്ളി വികാരിയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. കൂടുതൽ കേൾക്കാം. ജനങ്ങൾ, നമ്മുടെ അടുത്ത പള്ളിയിലെ യുവജനങ്ങൾ നമുക്ക് ഫണ്ട് കളക്ഷൻ വേണ്ടി കേക്കുകൾ സപ്ലൈ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ഇതിന് സാമ്പിള കേക്ക് വന്നു. പെട്ടെന്ന് ഞാനവിടെ മാറി, ഒന്നും മിണ്ടാതെ പോയില്ല. പക്ഷെ എനിക്ക് പെട്ടെന്ന് തോന്നി, നമ്മളിത് മിണ്ടാതിരിക്കട്ടെ, നമ്മൾ ചോദിക്കാമല്ലോ, ആരുണ്ടാക്കുന്ന ചോദിക്കാമല്ലോ. ഞാൻ ചോദിച്ചു, മക്കളിത് ആരുണ്ടാക്കുന്ന കേക്കാ? അവര് പറഞ്ഞു, ചേട്ടത് ഞങ്ങളുടെ അടുത്തുള്ള ഒരു ബേക്കറിക്കാർ ഉണ്ടാക്കുന്നതാണ്. അവർക്ക് ഓർമ്മയൊക്കെ ഉണ്ടോ? ഞങ്ങളുടെ ബേക്കറിയുടെ പേരിന ഒരു ബേക്കറിയുടെ പേര് പറഞ്ഞു. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, അപ്പൊ ആ പേര് പറഞ്ഞപ്പോൾ എനിക്ക് ഏത് മതസ്ഥരാണ് ഉണ്ടാക്കുന്നത് ബോധ്യം കിട്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചത് ഏത് മതത്തിൽപ്പെട്ട ആൾക്കാരുണ്ടാക്കുന്ന? ഇവരെ ഇങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചതാരാണെന്ന് അറിയാമോ? നമ്മുടെ നാട്ടിലെ മുസ്ലിം സമുദായമാണ്. ഇതിനു മുമ്പ് ഈ ഒരു രീതി വന്നിരുന്നേയില്ല. ഓരോരുത്തരും അവർക്ക് ആവശ്യമുള്ള കേക്കോ ഭക്ഷണ സാധനങ്ങളോ വാങ്ങുന്നു, പോകുന്നു. നല്ല രുചികരമായ ഭക്ഷണം വേണമെങ്കിൽ മുസ്ലിം ഹോട്ടലുകൾ തേടിപ്പിടിക്കുന്നു, അവിടെ പോകുന്നു, അവിടെ കഴിക്കുന്നു. സദ്യയോ മറ്റെന്തെങ്കിലുമാണ് വേണ്ടതെങ്കിൽ അച്ചായന്മാരുടെയോ ഹിന്ദുക്കളുടെയോ ഹോട്ടലിൽ പോകുന്നു, കഴിക്കുന്നു, പോകുന്നു. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഭക്ഷണത്തിലും വസ്ത്രത്തിലും കച്ചവടത്തിലും എല്ലാത്തിലും മതം നോക്കാൻ ഇവരെ പഠിപ്പിച്ചെടുത്തത് മുസ്ലിങ്ങളാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊന്നും അറിയുന്നില്ലേ? ഈ തുപ്പിനും തൂറിയും ഹലാലാക്കിയപ്പോൾ ഞങ്ങൾക്ക് നിങ്ങൾക്ക് ദയവ് ചെയ്ത് കൊണ്ടുവരേണ്ടി കേട്ടോ, ഞങ്ങൾക്ക് അത് വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ട്. വാങ്ങുന്നതിന് വാങ്ങിച്ചോട്ടെ, പക്ഷെ ഞാൻ എന്തായാലും വാങ്ങില്ല. പക്ഷെ നിങ്ങൾ ക്രിസ്ത്യൻസിന്റെ കയ്യിൽ കേക്ക് കൊണ്ടുവരുന്നെങ്കിൽ 10 കിലോ കേക്ക് ഞാൻ എടുക്കാന്ന് പറഞ്ഞു. ഞാൻ ഓഫറും കൊടുത്തു. പെട്ടെന്ന് പള്ളിയിലുള്ള എല്ലാവരും ഇവരെ ഇങ്ങനെ പറയാൻ പ്രേരിപ്പിക്കുവാണ്.
ഈ സമുദായത്തിലെ മുസ്ലിം പുഴുക്കുത്തുകൾ. അവനവന്റെ കാര്യങ്ങൾ നോക്കിപ്പോയിരുന്നെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. അവരാണ് മനുഷ്യർക്കിടയിലേക്ക് ഹലാലും ഹറാമും കൊണ്ടുവന്നത്. മഞ്ഞപ്പൊടി അടക്കം, ഉണക്കമീൻ അടക്കം, ക്വാണ്ടത്തിൽ വരെ മതം കൊണ്ടുവന്നത് നിങ്ങളാ. അതിന്റെ ഭവിഷ്യത്ത് നിങ്ങൾ തന്നെ അനുഭവിക്കണം. ആരായിരുന്നാലും ശരി, ഒരു പരിധിയൊക്കെ ആകുമ്പോൾ ആ ഓട്ടം അങ്ങ് നിലയ്ക്കും. ആദ്യം യൂട്യൂബ് ചാനലാണ്, നല്ല ഓട്ടമുണ്ട്, ശരി, നമുക്ക് കസറിക്കളയാം. ഒരവസാനമുണ്ടാകും, ഒരു കയറ്റത്തിന് ഒരു ഇറക്കമുണ്ടാകും. അത് പ്രകൃതി നിയമമാണ്. എല്ലായ്പ്പോഴും നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നും കാര്യങ്ങൾ പോകത്തില്ല. എപ്പോഴെങ്കിലുമൊക്കെ അതിനൊരു കോട്ടമുണ്ടാകും. ഇവര് ഹലാല് പറഞ്ഞ് മുസ്ലിം സമുദായത്തെ എൻകറേജ് ചെയ്ത് അദ്ദേഹം പറഞ്ഞത് കേട്ടോ, ഒരു ക്രിസ്ത്യാനിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ മക്കളെ 10 കിലോ കേക്കിന് ഞാൻ ഓർഡർ തരാം. കേട്ടോ, ഞങ്ങൾക്ക് അത് വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ട്. വാങ്ങുന്നത് വാങ്ങിച്ചോട്ടെ, പക്ഷെ ഞാൻ എന്തായാലും വാങ്ങില്ല. പക്ഷെ നിങ്ങൾ ക്രിസ്ത്യൻസിന്റെ കയ്യിൽ കേക്ക് കൊണ്ടിരുന്നെങ്കിൽ 10 കിലോ കേക്ക് ഞാൻ എടുക്കാന്ന് പറഞ്ഞു. ഞാൻ ഓഫറും കൊടുത്തു. പെട്ടെന്ന് പള്ളിയിലുള്ള എല്ലാവരും ഒന്നിച്ചൊക്കെ പെട്ടെന്ന് എന്റെ കൂടെ കൂടി, ആനിമേറ്റർ കൂടി. ശരിയാ, പുള്ളി പറഞ്ഞു ശരിയാ. കാരണം അവർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു, ഇനിയെങ്കിലും നമ്മൾ പ്രതികരിക്കാൻ ഭയന്നാൽ, പ്രതികരിക്കാൻ മടിച്ചാൽ, പ്രതികരിക്കാൻ താമസിച്ചാൽ വലിയ രൂപത്തിലുള്ള പ്രത്യാഘാതങ്ങൾക്ക് നമ്മൾ വില കൊടുക്കേണ്ടി വരും. മക്കളെ, ഇന്നത്തെ കാലഘട്ടത്തിൽ മനസ്സിലാക്കണം, അവരുടെ കേക്ക് കൊണ്ടുവന്നാൽ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ പള്ളിക്കാർക്ക് വേണ്ട, മാറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ. ഈ വികാരി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100% അദ്ദേഹത്തോട് ഐക്യപ്പെടാനേ ഈ നാടിന്റെ പൾസർ ഈ നാളുകൾക്ക് സാധിക്കും. ഞങ്ങൾ കേക്കിൽ ഓർഡർ തരാന്ന് പറഞ്ഞു. പെട്ടെന്ന് അവർ പറഞ്ഞു ഞങ്ങൾക്ക് ക്രിസ്ത്യൻസിന്റെ ബോർമെയിൽ ഞങ്ങൾക്ക് പരിചയമില്ല. ഞങ്ങൾ പെട്ടെന്ന് ബോർമെയിലാണ് കൊടുത്തു. ഞങ്ങളുടെ പരിചയത്തിലുള്ള ബേക്കറികളും അതിന്റെ അഡ്രസ്സിനെ കൊടുത്തു. അവർക്ക് പറഞ്ഞിരിക്കുന്ന ഓഫറുകളോ ഉള്ള ചേർന്നുള്ള ഓഫറുകളൊക്കെ കിട്ടാൻ കൊടുത്തു. ഞങ്ങൾ പറഞ്ഞത് നമ്മൾ മിണ്ടാതിരിക്കരുത്, നമ്മൾ പറയേണ്ടത് പറഞ്ഞുകൊണ്ടേയിരിക്കണം, സംസാരിച്ചുകൊണ്ടേയിരിക്കണം, ചോദിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് ഒരു ബോധ്യം കിട്ടി. നമ്മുടെ സമൂഹത്തെ ബിൽഡ് ചെയ്യാൻ, നമ്മുടെ ആളുകളിൽ കേക്ക് വാങ്ങാൻ ഒക്കെ ഒരു ബോധ്യം കിട്ടി. ഞങ്ങൾ പറയുക, നിങ്ങളെല്ലാം നിങ്ങളുടെ പള്ളിയിൽ ആരുടെ കയ്യിൽ നിന്നാണ് ഈ പ്രാവശ്യം കേക്ക് വരുന്നത് എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാകണം. കേക്ക് വാങ്ങുന്ന ചിന്ത ഉണ്ടാകണം. നമ്മുടെ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളെ നമ്മൾ പ്രത്യേകിച്ച് ടാർഗറ്റ് ചെയ്ത് കേക്ക് ഉണ്ടാക്കാനും വളർത്താനും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഹലാലായ ഒരു സാധനവും നമ്മുടെ സമൂഹത്തിൽ വിൽക്കാനായിട്ട് ഇടയാകാതിരിക്കാൻ. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കത്തക്കതല്ല. കാഞ്ഞിരപ്പള്ളി വികാരി കരീം എന്ന് പറയുന്ന ആൾ തന്നെ വിളിച്ച കുവൈറ്റിലുള്ള ആളോട് പറഞ്ഞതും ഇത് തന്നെയാണ്. ഞാൻ ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. അതെന്താ അംഗീകരിക്കാൻ പറ്റാത്തത്? യേശു പിഴച്ചുപെറ്റ സന്തതിയാണ് എന്ന് പറഞ്ഞപ്പോൾ കരീം അദ്ദേഹത്തെ വിളിക്കാൻ തയ്യാറായിരുന്നോ? മുസ്ലിം പുരോഹിതനെ ബൈബിള് കൊണ്ടുപോയി കത്തിച്ച കാസർഗോഡുകാരൻ യൂസഫിനെ വിളിക്കാൻ തയ്യാറായിരുന്നു. വേശ്യാലയത്തിന് പണം കൊടുക്കുന്നത് പോലെയാണ് അമ്പലത്തിനും ക്ഷേത്രത്തിനും ഫണ്ട് കൊടുക്കുന്നത് എന്ന് പറഞ്ഞ് ബാലുശ്ശേരിയെ വിളിക്കാൻ തയ്യാറായിരുന്നു. കാഫിറുകളുടെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ പോലും പാടില്ലെന്നും നമ്മളുടെ ഓഫീസുകളിൽ അവർക്ക് ജോലി കൊടുക്കരുതെന്നും പറഞ്ഞ് ഷംസുദ്ദീൻ പാലത്തിനെ വിളിക്കാൻ തയ്യാറായിരുന്നു. കൂടെ താമസിക്കുന്ന മുസ്ലിങ്ങളെ മുസ്ലിമാക്കലാണ് അവരുടെ ഓണവും വിഷുവും ഒക്കെ പങ്കെടുക്കുന്നതിനേക്കാൾ എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞ സിംസാറുൽ ഹഖ് ഹുദവിയെ വിളിക്കാൻ തയ്യാറായിരുന്നു. നോക്കാം. എല്ലാ മതങ്ങളെയും താൻ ഒരുപോലെ തന്നെയാണ് കാണുന്നത്. ഏകോദര സാഹോദര്യത്തോടു കൂടി സ്നേഹവും വിശ്വാസവും പരസ്പരം എല്ലാ മതങ്ങളും തന്നെയാണ് താൻ എപ്പോഴും പറയാറുള്ളത് എന്നാണ് കാഞ്ഞിരപ്പള്ളി വികാരി തന്നെ വിളിച്ച കോഴിക്കോട് നിവാസിയായ കുവൈറ്റിൽ ജോലി ചെയ്യുന്ന കരീമിനോട് പറഞ്ഞത്. എന്തിനാണ് മനഃപൂർവ്വം ആളുകൾ ഇത്തരത്തിൽ ക്രിസ്മസ് നാളുകളിൽ ഇങ്ങനെ വിഭാഗീയത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ലോകത്തിന് പെരുന്നാളിന് ഉണ്ടാക്കണം നിങ്ങൾ ആരും കാണുന്നില്ല. വേണ്ടി കുരിശുമരണം ഏറ്റുവാങ്ങിയ ത്യാഗ വികാരി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്ന് നമുക്കറിയില്ല. അങ്ങനെ പറഞ്ഞെങ്കിൽ സ്പഷ്ടമാണ്, കൃത്യമാണ്, 100% യോജിക്കുന്നു. ഇനി പറഞ്ഞിട്ടില്ലെങ്കിൽ പറയാൻ പരിശീലിക്കണം. നിങ്ങൾ തുപ്പിയതും തൂറിയതും ഞങ്ങൾക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. 100% സപ്പോർട്ട് ചെയ്യണ്ടേ? ഒരു ഉസ്താദ് യേശു പിഴച്ചുപെറ്റുണ്ടായവനാണെന്നും അങ്ങനുണ്ടായവന്റെ ജന്മദിനം നിങ്ങൾ ആഘോഷിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഇതുപോലെയുള്ള കരീമുമാരൊന്നും ഉസ്താദിനെ വിളിച്ചിട്ട്, ഉസ്താദേ, നിങ്ങൾ ഈ സമുദായത്തിൽ വിഷം കലർത്തരുത്, നിങ്ങൾ ഈ പറയുന്നത് ശരിയല്ല എന്ന് പറയാൻ എന്തുകൊണ്ട് തയ്യാറായില്ല? അമ്പലത്തിന് ഡൊണേഷൻ കൊടുക്കരുത്, വേശ്യാലയം എന്നാണ് ക്ഷേത്രത്തിനെ ഉപമിച്ചത്. എന്തേ മിണ്ടാത്തത്? ഇവിടെ ഹലാല് തുടങ്ങിയതാരാ? ഹലാലിനെ പ്രചരിപ്പിച്ചതാരാ? അപ്പോ യേശുവിനെ എന്തു വേണമെങ്കിലും പറയാൻ കുഴപ്പമില്ല. ഗണപതി മിത്താണ് എന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് ഈ കരീമുമാരി വിളിച്ചിട്ട് ബുറാക്ക് മിത്താണോ എന്ന് ചോദിക്കാൻ തയ്യാറാകാത്തത്? അവര് പറയുന്നു ഞങ്ങളുടെ ക്രിസ്മസിന്റെ കേക്ക് ഹലാല് വേണ്ട. ക്രിസ്ത്യാനികൾ ഹലാല് തിന്നണമെന്നാണോ പറഞ്ഞത്? അവരെന്ത് തിന്നണമെന്നും അവരെന്ത് തിന്നണ്ടെന്നും അവരെന്ത് വാങ്ങണമെന്നും അവരെവിടെ നിന്ന് വാങ്ങണമെന്നും വാങ്ങണ്ടെന്നും ഒക്കെ തീരുമാനിക്കുന്നത് അവരല്ലേ? ഇസ്ലാമിക ഗ്രന്ഥമൊന്നും മനസ്സിരുത്തി വായിച്ചാൽ എന്താണ് സമാധാനമെന്നും എന്താണ് അന്യമത വിരുദ്ധതകളെന്നും നമുക്ക് കൃത്യമായി മനസ്സിലാകും. ആ ഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചിരിക്കുന്ന വസ്തുതകളാണ്
ഇന്ന് മുസ്ലിം സമുദായം പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നത്. അത് ശ്രമിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് സംസാരിക്കേണ്ടത്. അല്ലാതെ കപട മതേതര മുഖമൂടി എടുത്തണിഞ്ഞ് ഈ തെറ്റ് ചെയ്യുന്നതിനെ ചോദ്യം ചെയ്യുന്നവരെ പ്രതിഭാഗത്ത് നിർത്തുകയല്ല വേണ്ടത്. നന്ദി.